ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങൾ ഇത്തവണ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നതിന് കുറച്ച് ദിവസം മുമ്പായിരുന്നു ദീപാവലി കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ചെറിയ തോതിൽ കുറച്ച് പൂത്തിരിയും കുഞ്ഞു കുഞ്ഞു പടക്കങ്ങളും ഒക്കെ കരുതിയിരുന്നു കേട്ടോ. മോൾക്കിത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. കാരണം എന്താ അറിയോ, അവൾ ഇവിടുന്ന് പോകുമ്പം തൊട്ടേ പറയുമായിരുന്നു, അമ്മ നമ്മൾ നാട്ടിലായിരിക്കുമ്പോഴല്ലേ ദീപാവലി, അപ്പം നമുക്ക് പടക്കം പൊട്ടിക്കണം, പൂത്തിരി കത്തിക്കണം എന്നൊക്കെ. പക്ഷേ ഉണ്ടല്ലോ, നമുക്ക് നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുള്ള് ബിസി ആയിരുന്നു, എല്ലാ ദിവസവും യാത്രകളായിരുന്നു. അപ്പം നമ്മൾ പറയത്തക്ക രീതിയിലൊന്നും അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും പിന്നെ കുഞ്ഞുങ്ങളെ പറ്റിക്ക് എളുപ്പമാണല്ലോ. അപ്പം ചെറിയ തോതിൽ അവർക്ക് ഹാപ്പി ആവുന്ന രീതിയിൽ ഞങ്ങൾ ചെറിയ തോതിൽ കുറച്ച് പൂത്തിരിയും പടക്കവും ഒക്കെ വാങ്ങിച്ച് കത്തിച്ചു. പണ്ടാണെങ്കിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴുണ്ടല്ലോ, ഈ ദീപാവലിയൊക്കെ വരുമ്പോൾ ഇങ്ങനെ കാത്തിരിക്കുകയോ പൂത്തിരിയും പടക്കമൊക്കെ ഇങ്ങനെ കിട്ടാനായിട്ട്. അധികമൊന്നും മേടിക്കാറില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രമേ മേടിക്കാറുള്ളൂ. പക്ഷേ എന്നാലും ഉണ്ടല്ലോ, ഞങ്ങളിങ്ങനെ കാത്തിരിക്കും വൈകുന്നേരം ചാച്ചൻ അതുമായിട്ട് വരുന്നത്. അങ്ങനെ ഒരു ദീപാവലിക്കുണ്ടല്ലോ, ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നിട്ടും ചാച്ചൻ വന്നതേ ഇല്ല. അപ്പം ഞങ്ങളിങ്ങനെ കാത്തിരിക്കുന്നതുകൊണ്ട് അമ്മയും ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. അപ്പോൾ കാണാൻ ചാച്ചൻ വരുന്നു. ചാച്ചൻ്റെ കയ്യിൽ പൂത്തിരിയില്ല, പടക്കവും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര വിഷമമായിട്ടോ. ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു തുടങ്ങി, അത്രയും സങ്കടമായിപ്പോയി. ചാച്ചൻ മുണ്ടിങ്ങനെ മടക്കി കൊടുത്തിരിക്കുമായിരുന്നേ. അപ്പം എന്താ പറയുക, ഈ മടക്കിനകത്ത് ഈ പൂത്തിരിയും പടക്കമൊക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അന്ന് ഞങ്ങൾക്കുണ്ടായൊരു സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും മീനൂട്ടിയും നന്ദൂട്ടനും ഭയങ്കര സന്തോഷത്തിലാട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ അന്ന് വാങ്ങിച്ച കുറേ പൂത്തിരി മത്താപ്പൊക്കെ ഉണ്ടല്ലോ, അന്ന് മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കാരണം കുറേ ചീറ്റിപ്പോയി, കുറേ ഒന്നും കത്തിയില്ല കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നന്ദൂട്ടൻ ഭയങ്കര വഴക്കായിരുന്നു. ആരും ഒന്നും എടുക്കാൻ പാടില്ല, എല്ലാം അവന് തന്നെ കൊടുക്കണം. എന്നാലും തീയും കരിയും പുകയൊക്കെ ആകുമ്പോൾ നമുക്കങ്ങനെ കുട്ടികളെ ഒറ്റയ്ക്ക് ഏൽപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവരുടെ കൂടെ ഇരുന്ന് ദീപാവലി ആഘോഷിച്ചു. ഏതാഘോഷമായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വലിയ ആർഭാടം അതൊന്നും ഇല്ലെങ്കിലും ചെറിയ തോതിൽ ആഘോഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ശരി, ഇതുപോലൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.